ഹലോ ഗായ്സ്, അശ്വ റിയാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റോസിയുടെ കാലിൽ ഒരു യക്ഷി വന്ന് വലിക്കുകയാണ്. അവളെ ഈ യക്ഷിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും? നമുക്ക് ഈ ആമയുടെ തോടെടുത്ത് അവൾക്ക് കൊടുത്താലോ? What's a coward? Bullying. Oh no, this turtle shell is cracked. ചൂണ്ട കൊണ്ട് മീനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നീ യക്ഷിയെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലോ? ആഹാ, നന്നായി പോയുള്ളൂ. അത് വീണ്ടും വന്നാ? ഈ പ്രാവശ്യം നമുക്ക് ആ യക്ഷിക്ക് ഒരു നിധി കുഴിച്ചെടുത്ത് കൊടുത്താലോ? ഈ സ്വർണം കണ്ട് യക്ഷി ഇവിടുന്ന് പോകുന്നു നോക്കിയാലോ? നമ്മുടെ റോസി ആകെ വാടി തളർന്നിരിക്കുക. നമുക്ക് ഈ ബക്കറ്റിലെ വെള്ളം ഒഴിച്ച് ഒരു ചെടി വളർത്തിയാലോ? ഇതിലെ സ്പിനാച്ച് കഴിച്ച് നമ്മുടെ റോസിക്ക് സൂപ്പർ പവർ കിട്ടിയല്ലോ. അവിടെ ഇരിക്കുന്ന ബാഗിൽ എന്താണുള്ളത്? ഇതിലൊരു കണ്ണാടിയും മേക്കപ്പ് കിറ്റുമാണല്ലോ. ഈ കണ്ണാടി എടുത്ത് ഈ ഭൂതത്തിന് അതിന്റെ മുഖം തന്നെ കാണിക്കാം. അത് മേക്കപ്പ് ചെയ്യാതെ പിന്നെയും വന്നു. അപ്പൊ ഈ മേക്കപ്പ് കിറ്റ് എടുത്ത് കൊടുത്താലോ? യക്ഷി മേക്കപ്പ് കിറ്റ് ഉപയോഗിക്കുന്നില്ലല്ലോ. അടിയിൽ വേറൊരു തലയോട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ? അതില് നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് ഇട്ട് കൊടുത്താലോ? ആഹാ, അതിന്റെ സൗന്ദര്യം കണ്ട് അതിനെയും കൊണ്ട് പോയല്ലോ. ദാണ്ട് ആ ടെന്റിന്റെ അടുത്തൊരു വലിയ കല്ലിരിക്കുന്നുണ്ട്. കല്ലെടുത്ത് നമുക്ക് യക്ഷി റോസിനെ പിടിച്ചുകൊണ്ട് പോയേ. നമ്മൾ കളിച്ചതിൽ ഏതാണ് തെറ്റുപറ്റിയത്? നിങ്ങൾ ഈ വീഡിയോ ഒരു തവണയും കൂടി കണ്ട് നിരീക്ഷിച്ച് ഉത്തരം കമന്റിൽ ചേർക്കണേ. നമ്മുടെ ജെനി ജാക്കിനൊരു ചാലഞ്ച് കൊടുത്തിരിക്കുക. ആ മുകളിൽ കാണുന്ന റൈഡിൽ 10 തവണ ബോധം കെടാതെ ഇരിക്കുകയാണെങ്കിൽ അവളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 10 തവണയും അവൻ ബോധം കെടാതെ ഇരിക്കാനായി നമ്മൾ അവനെ സഹായിക്കണം. ആദ്യത്തെ റൈഡിൽ ബോധം വരാനായിട്ട് നമുക്ക് ആ കിളിയെ കൊണ്ട് അവൻ ഒരു മാന്ത് കൊടുപ്പിച്ചാലോ? ദേണ്ട, ചെക്കനെ ഇപ്പൊ എഴുന്നേറ്റു. ഇനിയിപ്പോ രണ്ടാമത്തെ റൈഡിൽ കയറിയല്ലോ. ബോധം വരാനായിട്ട് നമുക്ക് ആ കുപ്പിയിലെ വെള്ളം എടുത്തവന്റെ മോന്തേക്ക് എറിയാം. ആഹാ, ചെക്കന് ബോധം വന്നല്ലോ. മൂന്നാമത്തെ റൈഡില് മറ്റേ ചെക്കന്റെ കാലിലിരിക്കാൻ പുഴിനെടുത്ത് അവന്റെ തലയിലെറിയാം. ആദ്യം പറന്നുപോയി കിളിയുടെ തൂവൽ അവന്റെ മടിയിലിരിക്കുന്നുണ്ട്. അതെടുത്ത് അവനൊന്ന് മണപ്പിച്ചാലോ? അപ്പുറത്തിരിക്കുന്ന പയ്യൻ ശ്രദ്ധ മാറ്റാനായി ഹെഡ്ഫോൺ വെച്ചിരിക്കണില്ലേ? ആ ഹെഡ്ഫോൺ എടുത്ത് ഇവന് വെച്ച് കൊടുക്കാം. ഇപ്പൊ രണ്ടുപേരുടെയും ബോധം പോകുന്ന തോന്നണ. അടുത്തത് നമുക്ക് അവളുടെ തലയിലിരിക്കുന്ന എലാസ്റ്റിക് ബണ്ണ് എടുത്തിട്ട് അവന്റെ മോന്തയ്ക്ക് ഒട്ട ഷാർപ്പിന് കുട്ടു കൊടുക്കാം. അവിടെ അടുത്തൊരു കാർമേഘ ഇരിക്കണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഷോക്ക് അടിപ്പിച്ചാലോ? അവന്റെ കഴുത്തിൽ തോന്നുന്ന ഫോൺ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവന് ശ്രദ്ധ വരും. നമ്മുടെ ജെനി എന്ത് ഉഷാറായിട്ട് ഇരിക്കണേ നോക്കി. അവളെ കൊണ്ട് മോന്തയ്ക്ക് ഒരു കുട്ടു കുടിപ്പിച്ചാലോ? അതുപോലെ തന്നെ ഈ ചുട്ടടിക്ക് ശേഷം ഒരു ചെറിയൊരു ഉമ്മയും കൊടുത്താലോ? ഇപ്പൊ ചെക്കനും ഉഷാറായി. അങ്ങനെ നമ്മൾ ആ 10 ലെവലും പാസ്സായി. ഇനി ജെനിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എന്താ നോക്കിയാലോ? ആഹാ, ഇത് റൈഡ്സ് കളിക്കാനുള്ള ബ്ലാക്ക് കാർഡ് ആണല്ലോ. റൈഡുകൾ ഫ്രീ ആയിട്ട് കളിക്കാനുള്ള സന്തോഷം അവന് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. കരഞ്ഞു മെഴുകണത് കണ്ടവൻ. ഇതിലും വലിയ ഗിഫ്റ്റ് അവൻ ഇനി എന്ത് കിട്ടാനാണ്? നമ്മുടെ രാജ്ഞിക്ക് ഒരു ഐഡിയൽ ബോയ് ഫ്രണ്ടിനെ വേണം. നല്ല ബുദ്ധിശാലിയും അതുപോലെ ആരോഗ്യമുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ തേടി നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാം. ടേബിളിൽ ഇരിക്കുന്ന നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെയാണ് ഫേക്ക് മസിൽസ് എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരാളെ മാറ്റി ഇനി അവിടെ ഇരിക്കുന്ന ഈ ബനിയൻ എല്ലാരെ കൊണ്ട് ഇടിയിപ്പിക്കാം. അപ്പൊ ആർക്കാണ് നല്ല മസിൽസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാലോ? ഇതിൽ എല്ലുംതോലുമായ ഈ മനുഷ്യന് രാജ്ഞിക്ക് ഇഷ്ടാവില്ല. അപ്പൊ ആളെ മാറ്റാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവരുടെ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റിയാലോ? തേനീച്ച കടിച്ച് മൂക്കുള്ള ഈ പയ്യൻ എടുത്ത് ഇവിടുന്ന് മാറ്റാം. രാജ്ഞിക്ക് എന്തായാലും ഇവനെ ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇവരുടെ പാന്റ് മടക്കി നോക്കിയാലോ? ഇതിൽ ആരോ പൊക്കം കാണിക്കാനായിട്ട് വടി വെച്ച് അഭിനയിക്കുന്നുണ്ട്. രാജ്ഞിയുടെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോ ഇയാള് മാച്ച് ആവില്ല. നമുക്ക് ഈ ക്ലീനിങ് ബ്രഷ് കൊടുത്താലോ? കണ്ട എല്ലാരും എത്രയധികം പണിയെടുക്കുന്നു. ഇതിൽ ഒരുത്തം മാത്രം ഒടുക്കത്തെ മടിയനാണ്. മടിയന്മാരെ ആണെങ്കിൽ റാണിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവിടെ നല്ല മനോഹരമായ ഒരു ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് നമുക്ക് ഈ മെയ്ഡിന് ഇട്ട് കൊടുത്താലോ? അയ്യേ, ഇയാൾ എന്തൊരു കോഴിയാണ്. ഇങ്ങനത്തെ ആൾക്കാരെ എന്തായാലും ഓടിപ്പിക്കണം. ഇനി നമുക്ക് സ്വർണത്തിനോട് ആർത്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ? ഈ ട്രഷറിയിൽ കുറച്ച് സ്വർണം എടുത്തു കൊടുക്കാം. ആർത്തി കാണിക്കുന്ന പയ്യന്മാരൊന്നും റാണിക്ക് ഇഷ്ടപ്പെടില്ല. എൻഡിങ്ങിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നത് കണ്ടില്ലേ? കൊടുങ്കാറ്റ് എടുത്ത് ഇവരെ ഒന്ന് വീശിയാലോ? ഇതിലൊരു പെട്ടതലേനുണ്ടായിരുന്നു. അയാളെ വേഗം മാറ്റാം നമുക്ക്. രാജ്ഞിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അത്ര എളുപ്പമെന്നല്ല. ഇനി ഇതിൽ കണക്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയാലോ? ഇനി 3 പേരുള്ള സ്ഥിതിക്ക് നമുക്ക് രാജ്ഞിയുടെ മുഖം കാണിക്കാം. ഇയാള് രാജ്ഞിയെ കണ്ട് ശബ്ദിക്കുന്നോ? അയാളെ അടിച്ചു പുറത്താക്കണം. നമ്മുടെ രാജ്ഞിക്ക് പ്രിയപ്പെട്ട പൂച്ചയെ ഇവരുടെ അടുത്തേക്ക് അയച്ചാലോ? അയ്യേ, ഇയാള് പൂച്ചനെ കണ്ട് പേടിക്കുന്ന മനുഷ്യനാണ്. ഇയാളെയും പുറത്താക്കാം. അങ്ങനെ അവസാനം നമ്മൾ രാജ്ഞിക്കായുള്ള ഐഡിയൽ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു കൊടുത്തല്ലോ. ഇത്രയധികം സെക്യൂരിറ്റി ഗാർഡ് ചെയ്യുന്ന ഈ ഡയമണ്ട് കട്ടെടുക്കാൻ മിസ്റ്റർ കണ്ണ വന്നിരിക്കുകയാണ്. അതിനായി നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഗാർഡ്സിന്റെ ശ്രദ്ധ മാറ്റി പിടിക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലോക്കിലെ ടൈം ഒന്ന് മാറ്റിയാലോ? ഷിഫ്റ്റിന്റെ സമയം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരാൾ അങ്ങനെ പോയി ഇവിടുന്ന്. ഡസ്റ്റ്ബിനിൽ കിടക്കുന്ന പഴകിയ ഭക്ഷണം ഒരാൾക്ക് കൊടുത്താലോ? ഇപ്പൊ അയാളുടെ വയർ അപ്സെറ്റ് ആയിട്ട് അയാളും അവിടെ നിന്ന് പോയി. ഇവിടെ കാണുന്ന ഹോട്ട് ഡോഗ് എടുത്ത് നമുക്ക് പുറത്തേക്ക് എറിഞ്ഞാലോ? ഈ ഇറച്ചിയുടെ മണം പിടിക്കാനായിട്ട് ആ പട്ടി അവിടെ നിന്ന് പോയി. മിസ്റ്റർ കണ്ണ ഒരു ബലൂണുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഈ ബലൂൺ ഒന്ന് പറത്തി വിടാം. അതൊരു കള്ളനാന്ന് കരുതിയിട്ട് പോലീസ് അത് അന്വേഷിക്കാനായി പോയി. അതുപോലെ തന്നെ ഈ ലൈറ്റ് കുത്തി നശിപ്പിച്ചാലോ? ഈ ലൈറ്റ് ശരിയാക്കാനായിട്ട് ഒരാളും കൂടി പോയി അവിടുന്ന്. പറയൂ, ഇനി നിങ്ങളുടെ ഐഡിയാസും പോരട്ടെ. നമുക്ക് മിസ്റ്റർ കണ്ണയുടെ തൊപ്പിയെടുത്ത് ഒരാൾക്ക് വെച്ച് കൊടുക്കാം. അത് കള്ളനാന്ന് കരുതി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ തല്ലുകൂടി. ഇവർ ഇത്ര വലിയ മണ്ണവരാന്ന് തോന്നിയില്ല. അവന്റെ കയ്യിലൊരു റിമോട്ട് കണ്ടില്ലേ? ഈ റിമോട്ട് ഒന്ന് കുത്തി നോക്കിയാലോ? പുറത്തൊരു സ്ഫോടനം നടന്നുകൊണ്ട് ഒരു സെക്യൂരിറ്റി അവിടെ അന്വേഷിക്കാനായി പോയി. അവന്റെ കാലിന്റെ അവിടെ ഒരു കാറ്റ് ഫുഡ് ഇരിക്കണ്ടല്ലോ. ഈ കാറ്റ് ഫുഡ് കാണിച്ച് നമുക്ക് പൂച്ചേനെ ഇവിടേക്ക് വരുത്താം. അങ്ങനെ പൂച്ചയുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അതിനെ ഓടിപ്പിക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി
കൂടി പോയി. നമുക്ക് കണ്ണസാറിന്റെ ഷൂസ് ഒന്ന് മാറ്റിയാലോ? വിചാരിച്ച പോലെ മുഷിഞ്ഞ് നാറിയ സോക്സ് തന്നെ ഇട്ടേക്കണേ. ഈ സോക്സ് കൊണ്ട് നമുക്ക് ആരെങ്കിലും ഒന്ന് ബോധം കെടുത്തിയാലോ? ഛർദ്ദിച്ച് കൊണ്ടാരാണെങ്കിൽ ആ സെക്യൂരിറ്റിയും പോയി അവിടെ ഒരു സെക്യൂരിറ്റി തളർന്നു കിടക്കുന്നുണ്ടില്ല. അയാളുടെ യൂണിഫോം കട്ടെടുത്ത് ഡ്രസ്സ് മാറി വന്നാലോ? ഇവിടുത്തെ കാര്യം കണ്ണസാറ് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് മറ്റേ സെക്യൂരിറ്റിയും പറഞ്ഞയച്ചു. അങ്ങനെ നമ്മൾ ഈ ലെവലും ജയിച്ചേ. നമ്മുടെ ജിസു ജോലിക്ക് പോകാനായി ലേറ്റ് ആവുക. പൈപ്പ് എങ്ങനെയെങ്കിലും അടയ്ക്കണം. ആ പോസ്റ്ററിൽ കാണുന്ന ടേപ്പ് എടുത്ത് നമുക്ക് ഈ പൈപ്പ് അടയ്ക്കാലോ? അയ്യോ, അവളുടെ പിന്നാലെ ഒരു പട്ടി വന്നു. ഈ പട്ടി എങ്ങനെ ഓടിപ്പിക്കാം? അവിടെ ഒരു മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു കണ്ടില്ലേ? അതൊന്നും നമുക്ക് കുഴിച്ചു നോക്കിയാലോ? അതിന്റെ ഉള്ളിൽ നിന്ന് എല്ല് കിട്ടിയല്ലോ. എല്ല് കിട്ടിയിട്ട് ഈ പട്ടി പോയി. ഇനി എന്ത് പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്? അയ്യോ, മഴ പെയ്തല്ലോ. ആ കഫേന്റെ കുടയെടുത്ത് നമുക്ക് ജിസുവിന് കൊടുക്കാം. അയ്യോ, ഇത്രയും വലിയ മരം ഒടിഞ്ഞു വീണല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവളുടെ പേഴ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ? അതിൽ ഫോൺ ഉണ്ട്. നമുക്ക് കോൾ ചെയ്ത് ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാലോ? ആ മരം അവിടെ നിന്ന് മാറ്റി. ഇനി എന്താ ഉണ്ടാവാൻ പോവാ? അയ്യോ, ഇവിടെ ഒരു വലിയ കുഴിയാണല്ലോ. ഇതെങ്ങനെ കിടക്കും? നമുക്ക് പാലം പണിയാനായിട്ട് നമുക്ക് ആദ്യം ടൂൾ ബോക്സ് ഇവിടെ വെക്കാം. പിന്നെ ഈ ഇഷ്ടിക കഷ്ണങ്ങൾ ഇവിടെ വെച്ചാലോ? ഇനി ലാസ്റ്റ് ആയിട്ട് ഓറഞ്ച് കോണും വെക്കാം. അയ്യോ, ഈ ബോർഡ് ഇപ്പൊ വീഴുമല്ലോ. ഇതിനെ ഉറപ്പിക്കാനായി നമുക്ക് ഈ മരക്കഷ്ണങ്ങൾ വെക്കാം. പക്ഷെ ഇത് അടിക്കാനായിട്ട് ചുറ്റികയൊന്നും കാണുന്നില്ലല്ലോ. അതെവിടെയാ? ഇയാളുടെ പുറത്തൊരു ചുറ്റിക ഇരിക്കുന്നുണ്ടല്ലോ. ഈ ചുറ്റിക എടുത്ത് നമുക്ക് ഈ ബോർഡ് ഉറപ്പിക്കാം. കാരണം റോഡെല്ലാം ഭയങ്കര സ്ലിപ്പായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അവൾക്ക് റെയിൻ ബൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എളുപ്പത്തിൽ നടക്കാം. അയ്യോ, ഐസ് മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. അവളെ കൊടയും പൊട്ടിപ്പോയി. ഇനി എന്ത് ചെയ്യാം? ആ കടയിൽ ഒരു ഷെഫ് ഇരിക്കുന്നുണ്ടല്ലോ. അയാളോട് സഹായം ചോദിക്കാം. അയാളോട് ഫ്രൈങ് പാൻ ഉപയോഗിച്ച് നമുക്ക് കൊടയായിട്ട് യൂസ് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ കഷ്ടപ്പെട്ട് അവള് ജോലി സ്ഥലത്ത് എത്തി. ഇന്നെന്താ ജോലി സ്ഥലത്ത് മുടക്കാണോ? കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയില്ല. ജാക്കിന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ അവൻ അവന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു പുതിയ ഗേൾഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു. ഈ സഹായത്തിനായ വീട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് തനിയെ അവളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. തനിയെ താമസിക്കണമെങ്കിൽ ആദ്യം കയ്യിൽ പണം വേണം. അതിനായി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ചൂലിരിക്കുന്നത് കണ്ടില്ലേ? ഇത് അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ പണിക്ക് പറഞ്ഞയക്കാം. അങ്ങനെ ചെറിയ ജോലിയിൽ നിന്ന് തുടക്കമിട്ടിട്ട് നമുക്ക് അവളുടെ ലൈഫ് നന്നാക്കാൻ കഴിയുമല്ലോ. ചെറിയ രീതിയിൽ അവളുടെ കയ്യിൽ പൈസ വന്നു തുടങ്ങി. നമുക്ക് ഈ ഗ്ലൗസ് കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകാനുള്ള ജോലി കൊടുക്കാം. നിന്നും അവൾക്ക് ചെറുതായി പണം കിട്ടി. ജെനി ഒറ്റയ്ക്കായതുകൊണ്ട് അവളെ ശല്യം ചെയ്യാൻ പല ആളുകളും വരും. കൊണ്ട് അവളുടെ രക്ഷയ്ക്കായിട്ട് ഒരു നായ വീട്ടിൽ അത്യാവശ്യം തന്നെയാണ്. ഇനി അവളുടെ കയ്യിൽ ആകെയുള്ള പൈസയും കൂടി കൊടുത്ത് നമുക്ക് ആ നായയെ ബലവാനാക്കി നിർത്താം. ഇനി അവിടെ ഇരിക്കുന്ന ഹെൽമെറ്റ് അവൾക്ക് കൊടുത്തിട്ട് അവളെ പണിക്ക് പറഞ്ഞയക്കാം. അങ്ങനെ അവൾക്ക് പഠിക്കാനുള്ള പണം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവളെ പഠിക്കാനായി പറഞ്ഞയക്കാം. അങ്ങനെ നമ്മുടെ ജെനി പഠിച്ച് ജോലി നേടി ഒരുപാട് കാശുണ്ടാക്കിയല്ലോ. ആ കാശ് കൊണ്ട് നമുക്ക് വീട് ഓരോന്നോരോന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കണ്ടില്ലേ, ആ മനുഷ്യൻ ഇവിടെ കാശ് കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നുണ്ട്. ആ ബലവാനായ പട്ടി അവിടെ ഉള്ളത് കൊണ്ട് അയാളെ തടഞ്ഞു നിർത്താനായി സാധിക്കുന്നുണ്ട്. ജെനി തന്റെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. ആ മണ്ടനായ ജാക്ക് സ്വന്തം പണം മുഴുവൻ ആ പെണ്ണിന് വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ ഇങ്ങനെ പോയാൽ അവൻ ഒരു പിച്ചക്കാരനായി മാറുമെന്ന് ഉറപ്പ് തന്നെ. നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ എങ്ങനെയാകണമെന്ന് നമുക്ക് പറയാനേ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ജോലി അത്യാവശ്യമാണ്. ജോലിയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം കൂടാതെ സന്തോഷത്തോടെ ജീവിക്കാനായി സാധിക്കും. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഭാര്യ സക്സസ്ഫുൾ ആകുമ്പോൾ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മാപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ ഇവിടെ പോലെ ചവിട്ടി ഓടിപ്പിക്കുമോ? ഇതുപോലുള്ള ഇനിയുള്ള ഗെയിംസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും അതുപോലെ കമന്റും ചെയ്യണേ.